ഇന്ന് കല്ലൂസിൻ്റെ ചോറൂണാണ്. കല്ലൂസ് ഇങ്ങോട്ടൊക്കെ മുത്തപ്പ ഇതിലേക്ക് പോകുന്നവർക്ക് ഫുഡ് കഴിക്കാനായിട്ടുള്ളൊരു നല്ലൊരു ഓപ്ഷനാണ് ഹോട്ടൽ ഉടുപ്പി. നല്ല ടേസ്റ്റും നല്ല നീറ്റ്നസ്സും ഉള്ള നല്ലൊരു ഹോട്ടലായിരുന്നു ഹോട്ടൽ ഉടുപ്പി. ഈ ഹോട്ടലിൻ്റെ ലൊക്കേഷൻ വരുന്നത് പറശ്ശിനിക്കടവ് മയിൽ റോഡിലേക്ക് കയറുമ്പോൾ ഇടത് സൈഡിലായിട്ടാണ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ പറശ്ശിനിയിലെത്തി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. കല്ലൂസിൻ്റെ അമ്മ വീട്ടുകാർ നേർന്ന് നേർച്ചയായിരുന്നു മുത്തപ്പ സന്നിധിയിൽ നിന്ന് ചോറ് കൊടുക്കുക. അവൾ കുറേ കാലത്തിന് ശേഷം കാത്തിരുന്ന് കിട്ടിയ പൊന്നുണ്ണിയായിരുന്നു ഞങ്ങൾക്ക്. അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇത്രയും സാധനങ്ങൾ കാണുന്നു, ചുറ്റിലും നിറയെ ആൾക്കാർ. ഞാനാണ് അമ്മേൻ്റെ അടുത്ത് നമുക്ക് പോകുന്നേരം ഇവിടെയൊക്കെ കയറണമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് നമ്മൾ ചോറിന് കൊടുക്കുന്ന സമയം വരുന്നത്. ഇവിടെ 40 രൂപയാണ് ചോറ് കൊടുക്കുന്നത്. കൗണ്ടറിൽ നിന്ന് ബില്ലാക്കിയിട്ട് നമ്മളേക്ക് ടോക്കൺ പ്രകാരം നമ്മൾ ക്യൂ നിന്നിട്ടാണ് ചോറ് കൊടുക്കുന്നത്. ഇവിടെ എനിക്ക് ഭയങ്കര കോർ മെമ്മറി ഉണ്ട്. എൻ്റെ ചോറൂണ് ഇവിടെ വെച്ചായിരുന്നു നടന്നത്. അതും സെയിം പേഴ്സണായിരുന്നു എനിക്ക് ചോറുന്നത്, എൻ്റെ അമ്മയുടെ അച്ഛൻ തന്നെ. ഇന്ന് കല്ലൂസിന് കൊടുക്കുന്നത് തന്നെ എൻ്റെ അമ്മയുടെ അച്ഛനായിരുന്നു ചോറുന്നത്. എൻ്റെ അച്ഛൻ എപ്പോഴും എൻ്റെ അടുത്തൊരു കാര്യം പറയുന്നത്, നിനക്ക് എന്ത് വിഷമമുണ്ടെങ്കിൽ മുത്തപ്പനെ വിളിച്ച് പ്രാർത്ഥിക്കും, മുത്തപ്പൻ എന്ന് കൂടുന്നു. കാരണം എൻ്റെ അച്ഛനാണെങ്കിലും ഞാനുണ്ടാകുന്ന മുമ്പ് ഒരു കുട്ടി നഷ്ടപ്പെട്ടിരുന്നു, അപ്പോൾ ടൈപ്പായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറേ വെയിറ്റ് ചെയ്തിട്ടാണ് ഞാനുണ്ടായത്. അച്ഛൻ പറയും, ഞാൻ മുത്തപ്പൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് എനിക്ക് മുത്തപ്പൻ നന്ന കുഞ്ഞാണ് നീങ്ങുന്നത്. അതൊക്കെ എനിക്കൊരു മെമ്മറി ആയിട്ട് അപ്പോൾ ഓർമ്മ വന്നു. ഇപ്പോൾ കല്ലൂസിൻ്റെ ചോറൂണ് എത്തിയിട്ട് കല്ലൂസ് നല്ല കാം ആൻഡ് ക്വയറ്റായിട്ട് അച്ചാച്ചൻ പറയുന്ന പോലെ ഇൻസ്ട്രക്ഷൻ വെക്കുക, നല്ല രീതിക്ക് അവൾ സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ നിന്നിട്ട് ചോറൂണ് നടത്തി. കല്ലൂസിനോട് നല്ല സഹകരിച്ച് അച്ചാച്ചനായിട്ട് ഭയങ്കര അഡ്ജസ്റ്റ് ആയി. അച്ചാച്ചൻ പറയുന്ന പോലെ എല്ലാം കറക്റ്റ് കിട്ടും. ഈ നോട്ടമൊക്കെ കണ്ടില്ല, ഭയങ്കര ക്യൂട്ടായിട്ട് അവൾ നല്ല പോലെ ചോറൂണൊക്കെ കഴിച്ച് സെറ്റായി. നല്ല ഹാപ്പി ആയിട്ട് അച്ചാച്ചൻ കുറച്ച് കുരുത്തക്കേടൊക്കെ ഉണ്ടെങ്കിൽ പോലും അവൾ നല്ല ഹാപ്പി. ചോറൂണിന് ശേഷം ഞങ്ങൾ പോയത് ഹൗസ് ബോട്ടിൽ കയറാനായിരുന്നു. ഇവിടെ ഗവൺമെൻറ് സർവീസ് നടത്തുന്നുണ്ട്, ഗവൺമെൻറ്റിൻ്റെ ബോട്ടുണ്ട് സർവീസ്. ഒരാൾക്ക് 40 രൂപയാണ്. ഇതിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 100 പേർക്കുള്ള സീറ്റിംഗ് കപ്പാസിറ്റിയാണ്. നമുക്ക് പുറമേയൊക്കെ പോയിട്ട് കാണാം. പിന്നെ കരാക്കെ സിസ്റ്റം അവൈലബിളാണ്, PG സിസ്റ്റം അവൈലബിളാണ്. നല്ല സപ്പോർട്ടിങ് സ്റ്റാഫായിരുന്നു അതിലുള്ളത്. ഇതുകൂടാതെ അവർക്ക് 2 മണിക്ക് സർവീസ് ബോട്ടുണ്ട്. സർവീസ് ബോട്ട് എന്ന് പറഞ്ഞാൽ പറശ്ശിനിക്കടവ് മുതൽ വളവട്ടണം വരെ. അവിടെ നിന്ന് നമുക്ക് ട്രെയിനോ ബസ്സോ അവൈലബിൾ ആയിരിക്കും കോഴിക്കോട് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്നവർക്ക്. പിന്നെ അതിലൊന്ന് എൻ്റെ അമ്മയും അമ്മമ്മയും വന്നവരെല്ലാം നല്ലോണം ഡാൻസ് കളിച്ചു. പിന്നെ കുറേ നല്ല വൈബ് ആൻറ്റിമാരുണ്ടായിരുന്നു ഡാൻസ് കളിക്കാനൊക്കെ. നമ്മളിങ്ങനെ സ്റ്റെബോണായിട്ട് അവിടെ ഇരിക്കുന്നതിൽ വലിയ വൈബില്ല. നമ്മൾ 40 രൂപയും കൊടുത്ത് കയറിയിട്ട് എന്തെങ്കിലും കുറച്ച് എൻജോയ് ചെയ്യണ്ടേ. ഞാൻ അമ്മയെ വിളിച്ചാൽ അമ്മയെ പോയി ഡാൻസ് കളിക്കും. അമ്മമ്മയൊക്കെ തന്നെ കൈമുട്ടുന്നുണ്ട്. പിന്നെ കുറേ ആൻറ്റിമാരും അങ്കിൾമാരൊക്കെ ഡാൻസ് ഒക്കെ കളിച്ചു. അതൊക്കെ നല്ലൊരു വൈബാണ്. എവിടെയെങ്കിലും പോയാൽ നമ്മൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാനും മെമ്മറി ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. വീട്ടിൽ നിന്നാണ് നമ്മളെപ്പോഴും പണിയെടുക്കുക, ഫുഡ് കഴിക്കുക, അങ്ങനെ അധികം ഒന്നും വെളിയിൽ പോകാത്ത ആൾക്കാരുണ്ടാവും. നമ്മൾ പുറമെ പോകുന്ന സമയത്ത് മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യുക, എൻ്റർടൈൻ ചെയ്യുക. ഇതൊക്കെയാണ് ലൈഫിലൊരു കോർ മെമ്മറീസ്. പിന്നെ ഈ വ്യൂ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെടും. ഉച്ചഭക്ഷണം അവിടെ തന്നെ ഉണ്ടായിരുന്നു, ചോറും സാമ്പാറും വേറൊരു കറിയും കൂടിയിട്ട്. ഞങ്ങൾ കുറേ നേരത്തെ ക്യൂ നിന്നതിന് ശേഷമാണ് മുകളിലെത്തിയത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് ക്യൂ ആയിരുന്നു. അത്യാവശ്യം നല്ല തിരക്ക് തന്നെ അന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ കുട്ടികളുടെ ഒരു ഫ്ലാഷ് മോബ് മുത്തപ്പൻ്റെ സോങ്ങൊക്കെ വെച്ച് ഞങ്ങളിങ്ങനെ ഇരിക്കുന്നവരാണ്. പെട്ടെന്ന് ഒരാൾ വന്ന് ഞങ്ങളൊന്ന് അടുത്തിരിക്കുന്നത്. മുത്തപ്പൻ്റെ ബോഡി ഗാർഡായിട്ടുള്ള കുറേ ഡോഗ്സ് അവിടെ ഉണ്ട്, അതിലൊരാളായിരുന്നു. അങ്ങനെ ഇരുന്നു, നോ ഡിസ്റ്റർബൻസ്. പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങാനായിട്ട് ഫാൻസി ഷോപ്പ് പോയി കുറേ സാധനം വാങ്ങി. ഈ ഫോട്ടോ എന്ന് പറഞ്ഞാൽ എൻ്റെ ചോറിനുള്ള ടൈമിലുള്ളതായിരുന്നു. സോ ഐ ആം വൈൻഡിങ് അപ്പ് ദിസ് വ്ളോഗ്. സീ യു അണ്ടിൽ നെക്സ്റ്റ് വ്ളോഗ്.